ഇവിടെ വിഷ്ണു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ 4ാം ഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കുകയാണല്ലോ. ശ്രീനഗർ ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ 96 ലോക്സഭാ മണ്ഡലങ്ങൾ, അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ 96 ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്? ഏതാണ്ട് ശരത്ത് 9 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മുവിലെ ശ്രീനഗറിലുമാണ് ഈ 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 96 മണ്ഡലങ്ങളാണ് 4ാം ഘട്ടത്തിൽ ജനവിധിയിലേക്ക് പോകുക. അതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്നുണ്ട്. ഇതിനു പുറമെ തെലങ്കാനയിലെ 17 മണ്ഡലങ്ങൾ. ഈ 2 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഈ 4ാം ഘട്ടത്തിൽ ജനവിധി എഴുതുന്നത്. അതോടൊപ്പം ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് ഒറ്റഘട്ടമായി തന്നെയാണ് ആന്ധ്രയിലും തെലങ്കാനയിലെയും ഒരു വോട്ടെടുപ്പ് നടക്കുക. മധ്യപ്രദേശിലെ 13 മണ്ഡലങ്ങളും ജനവിധി തേടുന്നുണ്ട്. ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളും ഇതിനു പുറമെ ബംഗാളിലെ 8 മണ്ഡലങ്ങളും ജനവിധി എഴുതുന്നുണ്ട്. ഇതിൽ നിരവധി പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ കൂടി ഈ 4ാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. 4ാം ഘട്ടത്തിൽ മറ്റൊരു കാര്യം നമുക്ക് പറയേണ്ടത്, എൻ.ഡി.എയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന നിരവധി മണ്ഡലങ്ങളാണ് 4ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. അതിൽ അഖിലേഷ് യാദവ് ഇത്തവണ 4ാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള, നേരത്തെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട, വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച മെഹുവ മൊയ്ത്ര ഈ 4ാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ളവർ 4ാം ഘട്ടത്തിലാണ് ജനവിധി. വിഷ്ണുവാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ഈ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.